സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കോഴ്സുകളുണ്ട്, എത്ര ഡിഗ്രി കോഴ്സുകൾ, എത്ര PG PhD കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും 3 തരത്തിലുള്ള കോഴ്സുകളാണ് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് ഡിഗ്രി കോഴ്സാണ്, ബാച്ചുലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ഡിഗ്രിയാണ് ഇൻ പൊളിറ്റിക്കൽ സയൻസിൽ. അതിൻ്റെ കോഡ് എഴുതുന്നത് BA PSH. രണ്ടാമത്തേതും ഡിഗ്രി തന്നെയാണ്, ബാച്ചുലർ ഓഫ് ആർട്സ് പൊളിറ്റിക്കൽ സയൻസ് BA FPS ആണ് അത് വരുന്നത്. 3 ഇയർ ഡിഗ്രിയാണ് അത് വരുന്നത്. അതൊരു ദെൻ വരുന്നത് മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് MA ആണ്, അതായത് PG പ്രോഗ്രാമാണ്. MPS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് ആണ്, 2 ഇയർ PG പ്രോഗ്രാമാണ് അത് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് BA PSH വരുന്ന ബാച്ചുലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് പ്രോഗ്രാമാണ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഗ്രി പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. അത് വീട്ടിലിരുന്നോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ലോകത്ത് എവിടെയായിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയർ ആണ്. 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. മാക്സിമം 6 ഇയേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഹിന്ദി മീഡിയം ആയിട്ടും ഇംഗ്ലീഷ് മീഡിയം ആയിട്ടും ഇത് പഠിക്കാവുന്നതാണ്. കറക്റ്റായിട്ട് നിങ്ങളെ ഒരു സർട്ടിഫിക്കറ്റിനകത്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ ഫർദർ സ്റ്റഡീസിനും ഒക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പൊളിറ്റിക്കൽ സയൻസിലാണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ +2 ആണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. 6000 രൂപയാണ് ഫീ വരുന്നത്. ഇതിൽ 5300 ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെന്റ് ഫീയും അടക്കം 6000 രൂപയാണ് വരുന്നത്. കൊച്ചിൻ റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ ഇത്രയും കോളേജ്, അലമീൻ തൊട്ട് ശ്രീ കേരള വർമ്മ കോളേജ് വരെ ഇത്രയും കോളേജുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമുക്ക് തിരുവനന്തപുരം റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ കത്തോലിക്കേറ്റ് കോളേജ് മുതൽ നിങ്ങൾക്ക് വേലുത്തമ്പി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇത്രയും കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇത് സ്റ്റഡി സെന്റേഴ്സ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതും നിങ്ങളുടെ കോർഡിനേഷനും നിങ്ങളുടെ കോണ്ടാക്ട് ക്ലാസ്സും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ നടത്തപ്പെടുന്നത് ഈ ഒരു കോളേജുകളിലായിരിക്കും കേട്ടോ. പിന്നീട് വരുന്ന വടകര റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ ഒരുപാട് കോളേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കോളേജുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിലേതെങ്കിലും കോളേജുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ എടുത്ത് നൽകുവാൻ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്യുക. കംപ്ലീറ്റ്ലി ഓൺലൈൻ ത്രൂ ആണ് ഈ ഒരു അഡ്മിഷൻ എടുക്കേണ്ടത്. കോളേജസുകളിൽ പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ ടോട്ടൽ 3 ഇയർ പഠിക്കാൻ വേണ്ട ഫീ വരുന്നത് 15,900 രൂപയാണ് വരുന്നത്. മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. ഇതിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത് ജനുവരി സെഷനിലും ജൂലൈ സെഷനിലും 2 സെഷനിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ BPSC 101, BPSC 102 ഇത് കോർ പേപ്പറാണ്. ഇത് പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയമാണ് ഇത് പഠിക്കുന്നത്. പിന്നെ BEVI 181 ഇത് നിങ്ങൾക്ക് ഒരു എൻവറോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സാണ് ഇത് വരുന്നത്. അതുപോലെ ഇത് ജനറ്റിക് ഇലറ്റീവ്സ് ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള കോഴ്സുകൾ നിങ്ങളുടെ ഹിസ്റ്ററി അനുസരിച്ചിട്ട് എടുത്ത് തരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ ഒരു 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 22 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ദെൻ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് BPSC 103, 104 പിന്നെ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. അത് കേരളത്തിലുള്ളവർ ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇംഗ്ലീഷാണ്, മറ്റത് ഹിന്ദിയാണ്. ഇതിൽ നിന്നും നിങ്ങൾ ഇഷ്ടമുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയതും പഠിക്കാൻ എളുപ്പമുള്ള ക്ലാസ് ഏതാണെന്നൊക്കെ എഡ്യൂഫിക്സ് അക്കാദമി നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക്
ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ്. ഇയർ വൈസ് ആയിട്ടാണ് ഇതിന്റെ എക്സാം എഴുതുന്നത് കേട്ടോ. അപ്പോൾ ജൂണിൽ അഡ്മിഷൻ എടുത്തവർക്ക് വരുന്ന ജൂണിൽ, ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത് വരുന്നവർക്ക് വരുന്ന ജനുവരിയിലാണ് എക്സാം വരിക. അപ്പോൾ എക്സാം എപ്പോൾ വരും, എക്സാമിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഹോൾ ടിക്കറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എജുഫിക്സ് അക്കാദമിയായിട്ട് ബന്ധപ്പെടുക, രജിസ്ട്രേഷന് വേണ്ടി ബന്ധപ്പെടാം. നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടത് ഏകദേശം 6 സബ്ജക്റ്റുകളാണ്. തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും കൂടിയിട്ട് 6 സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഇലക്ടീവ്സ് ആയിട്ട് 4 സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലത് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരും. അപ്പോൾ ടോട്ടൽ സെക്കൻഡ് ഇയറിൽ 10 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇനി തേർഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് 4 സബ്ജക്റ്റുകളും ഇവിടെ നിന്ന് 2 സബ്ജക്റ്റുകളും, അപ്പോൾ ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ ഇതൊരു 148 ക്രെഡിറ്റ്സിന്റെ കോഴ്സാണ്. ടോട്ടൽ എത്രയാണ്? 148 ക്രെഡിറ്റ്സിന്റെ ഒരു കോഴ്സാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇനി നമുക്ക് അടുത്ത ഒരു ഡിഗ്രി കോഴ്സ്, അതായത് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പറഞ്ഞത് ഹോണേഴ്സ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഡിഗ്രിയാണ്. പക്ഷെ അതെന്താണ്, അതൊരു ജനറൽ ആർട്സ് കോഴ്സാണ്. പക്ഷെ എന്താണ്, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെയാണ് അത് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ പൊളിറ്റിക്കൽ സയൻസ്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു മേജറായിട്ട് പൊളിറ്റിക്കൽ സയൻസും ഉണ്ടാവും, മൈനർ കോഴ്സുകളായിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്നോ എക്കണോമിക്സിൽ നിന്നോ സോഷ്യോളജിയിൽ നിന്നൊക്കെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. അത് ബ്രോഡായിട്ട് പഠിക്കാൻ. ഒരു പൊളിറ്റിക്കൽ സയൻസിൽ മാത്രം നിങ്ങളെ സ്റ്റഡി ഒതുങ്ങുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ബ്രോഡായിട്ട് ഇത് പഠിക്കുക. അതിൻ്റെ കോഡ് തന്നെ മാറ്റേണ്ടത് BFPS ആണ് വരുന്നത്. ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് പഠനം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മത്സര പരീക്ഷകൾക്കും അതുപോലെ ഒരു ഡിഗ്രി ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്തിനും സാധിക്കില്ല, ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ജോബിനോ അല്ലെങ്കിൽ നിങ്ങളൊരു MA പൊളിറ്റിക്കൽ സയൻസിന് ഇനി ഡിഗ്രി മതി എങ്കിലും അതിൻ്റെ ഒരു കോർ ഡെപ്തിലോട്ട് പോകാൻ അത് ഏറ്റവും നല്ലത് ഹോണേഴ്സ് ആണ്. ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഹോണേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ആയിട്ടാണ്. 3 ഇയർ ആണ് മിനിമം, 6 ഇയർ മാക്സിമം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ഫീ എല്ലാം സെയിം ആണ്. അതുപോലെ സ്റ്റഡി സെന്റേഴ്സും നിങ്ങൾക്ക് ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള BFPSലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോണേഴ്സ് ഡിഗ്രി ആയിട്ടുള്ള BAPSH ഇതിലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹോണേഴ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഗ്രി കോഴ്സിൽ നിങ്ങൾക്ക് മേജറായിട്ട് പഠിക്കാനുള്ളത് ഇത്രയും സബ്ജക്റ്റുകളാണ് മേജറായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് അത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി അത് പുറത്തു വിടുന്ന ഏതെല്ലാം സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോയുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി MA ഡിഗ്രി ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ആണ്. MPS, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. ഇതൊരു PG പ്രോഗ്രാമാണ്. 2 ഇയർ ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. മിനിമം മാക്സിമം 4 ഇയർ ആണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഇതിൻ്റെ മീഡിയ ആയിട്ട് ലഭിക്കുന്നതാണ്. സ്പെഷ്യലൈസേഷൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന് തന്നെ നിങ്ങൾക്ക് വരുന്നതാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനി ഡിഗ്രി, അതിന് പൊളിറ്റിക്കൽ സയൻസ് തന്നെയാണ് ഡിഗ്രി നിങ്ങൾക്ക് വേണം എന്നില്ല, എനി ഡിഗ്രി പാസ്സായിട്ടുണ്ടാവണം. 8000 രൂപയുടെ കൂടെ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെന്റ് ഫീയും അടക്കം 8700 രൂപയാണ് നിങ്ങൾക്ക് ഫീ ആയിട്ട് വരുന്നത്. കൊച്ചിൻ റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ 2 കോളേജസിൽ, ഈ 2 CMS കോളേജിൽ, ഇഗ്നോ റീജിയൻ സെന്ററിൽ മാത്രമേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. വടകര റീജിയൻ സെന്ററിനകത്ത് 4 കോളേജസ് ആണ് വരുന്നത്. ഇതിലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി സെന്റർ ആയിട്ട് പഠിക്കാൻ കഴിയുന്നത്. ഇനി തിരുവനന്തപുരം റീജിയൻ സെന്ററും കൂടിയും ഒന്ന് നോക്കാം നമുക്ക്.
ഓക്കെ, തിരുവനന്തപുരം റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ ഇത്രയും 5 സെന്റേഴ്സ് 6 സെന്റേഴ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റീജിയൻ സെന്റർ എന്താന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് എന്തിനാണ് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഡിഗ്രി 2 ഡിഗ്രി കോഴ്സുകളും 1 PG കോഴ്സുകളും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു PhD ആണ്. പൊളിറ്റിക്കൽ സയൻസിൽ PhD റെഗുലർ ആയിട്ട് ഇഗ്നോയ്ക്കകത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് നിങ്ങളെല്ലാം ബന്ധപ്പെട്ട് നോക്കുക. കൂടുതൽ ഇഗ്നോയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ട്, അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയും ചെയ്യാം. താങ്ക്